ഹായ് ഫ്രണ്ട്സ്, TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. അങ്ങനെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ ഫോമിലായിട്ട് നമുക്ക് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ RTO ഓഫീസുകളിലേക്ക് പ്രത്യേക സന്ദേശങ്ങളെല്ലാം അയച്ചിരുന്നു. ഇനി മുതൽ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത് പ്രിൻ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒന്നും RTO ഓഫീസിൽ നിന്ന് അയക്കേണ്ടതില്ല. 1/3/2025 മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റൽ ഫോമിലുള്ള ആ പ്രിൻ്റ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിലേക്കായിട്ടുള്ള സംവിധാനം NIC വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സന്ദേശങ്ങളെല്ലാം ഈ RTO ഓഫീസുകളിലേക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് ഒരല്പം താമസിച്ചതിൻ്റെ കാര്യം ഇതിൻ്റെ ഒരു കൃത്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വെറുതെ വീഡിയോ ഇട്ടതിന് ശേഷം ധാരാളം സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങും. ഇത് ആർക്കൊക്കെ ലഭിക്കും? പഴയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഈ ഡിജിറ്റൽ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുമോ? അതോ ഇപ്പോൾ ഈ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് മാത്രമാണോ ഇതിൻ്റെ ഈ പ്രിൻ്റ് എടുക്കാനായിട്ട്, അതായത് ഈ ഡിജിറ്റൽ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഒത്തിരി ആളുകൾ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ ഒരു വാഹനത്തിൻ്റെ ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു RC പ്രിൻ്റ് അതെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ 1/3 വരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനായിട്ട് 200 രൂപ നേരത്തെ തന്നെ അതിൻ്റെ RC പ്രിൻറ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ യൂസർ ഫീ എല്ലാം അടച്ച് കാത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത് ലഭിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. അത് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ RC ഡിജിറ്റൽ പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള സംവിധാനവും ഉണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ RC പ്രിൻ്റ് പെൻഡിങ് ആയിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പോ രജിസ്ട്രേഷൻ റിന്യൂവലോ ഏതെങ്കിലും ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ RC പ്രിൻ്റ് പെൻഡിങ് എന്നുള്ള ആ ഒരു ഡയലോഗ് ബോക്സ് വന്നിരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം ആ RCയുടെ ഈ ഡിജിറ്റൽ പ്രിൻ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഇത് വീണ്ടും ഈ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് എപ്പോഴാണ്? ഈ ഏജൻസിക്ക് കൊടുക്കാനുള്ള പൈസയെല്ലാം കൊടുത്ത് തീർത്തതിന് ശേഷം. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് മുൻകൂറായി ഈ പൈസയെല്ലാം വാങ്ങിയതിന് ശേഷവും അവർക്ക് പൈസ കൊടുക്കാതെ സർക്കാർ അത് വക മാറ്റി ചെലവഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡിജിറ്റൽ RC അത് നൽകാനായിട്ടുള്ള ഉത്തരവെല്ലാം നൽകിയിരുന്നതാണ്. എന്നാൽ നമ്മൾ അത് നടപ്പാക്കാനായിട്ടുള്ള താമസം വരുത്തുകയും അതിലെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ RC നൽകാനായിട്ടുള്ള സംവിധാനം 1/3/2025 തൊട്ട് അത് നടപ്പിൽ വന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനിന്ന് അങ്ങനെ ഒരു ഡിജിറ്റൽ RC അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തു. നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിന്ന് എടുത്തിട്ടുള്ള ഒരു ഡിജിറ്റൽ RCയുടെ ഒരു പ്രിൻ്റാണിത്. അപ്പോൾ അതിൻ്റെ 2 പുറവും എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ലാമിനേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വലിയ കളറൊന്നുമില്ല. അപ്പോൾ സാധാരണ രീതിയിലുള്ള വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇപ്പോൾ പഴയ ആളുകൾക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അതുകൂടാതെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആണ് ഇതിൽ നൽകേണ്ടത്. ഞാൻ ആദ്യം ധരിച്ചിരുന്നത് നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നൽകിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് മാത്രമേ ലഭിക്കൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഈ പരിവാഹൻ സൈറ്റ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുന്നു. കളർ പ്രിൻ്റ് കിട്ടാനായിട്ട് പ്രിൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളത് ടിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക്
യുക്തമായ രീതിയിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം. അത് ഫോട്ടോ കോപ്പി പേപ്പറിൽ വേണമെങ്കിൽ അങ്ങനെയാകാം, അതല്ല നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ PVC കാർഡിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയാകാം. ഇത്രയൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ഡിജിറ്റൽ RC എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വന്നു എന്നുള്ള വിവരം നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നു.